ഇതുണ്ട് വലിയൊരു കപ്പത്തോട്ടമാണ്. നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ കപ്പത്തോട്ടം, നമ്മുടെ അല്ല കണ്ടവൻ്റെ കപ്പത്തോട്ടമാണ്. അവർ ചേമ്പ് മാന്ത്, നമ്മൾ അവരുടെ ചേമ്പ് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസം. ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞേ. അപ്പോൾ ഇത് നിറച്ചും കാവിരിഞ്ഞടേ. ഇതും കൊണ്ട് ഒരു സാധനം ആക്കിയിട്ട് നമ്മുടെയൊക്കെ ചെറുപ്പം നിങ്ങളാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇത് കണ്ടോ? ഇതാ കപ്പക്കായ്. ഇതിങ്ങനെ ഈ തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടച്ചാക്കിട്ട് ഇവിടെ ഈർക്കിലി കുത്തും. എന്നിട്ട് ഇങ്ങനെ പമ്പരം പറഞ്ഞ് കറക്കും. നല്ല സൂപ്പറാ. ട്രൈ ചെയ്യാം. ഇത് തിന്നാൻ പറ്റുമോന്ന്? കപ്പക്ക തിന്നല്ലേ? കപ്പത്തോട്ടം ഏതോ ചേട്ടൻ്റെ കപ്പത്തോട്ടമാണ്. ആരോ കപ്പത്തോട്ടമാണ്. നമ്മളിവിടെ സംഘത്തിന് വന്നപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറി വേണം. എൻ്റെ ചേമ്പുന്തോട്ടം വെച്ചിട്ടുണ്ടോ? ഒരു മൂന്ന് ചേമ്പ് പറിച്ച് നമുക്ക് മുങ്ങിയാലോ? അതെ കുഞ്ചേട്ടാ, നമുക്കൊന്ന് ഇവിടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഒന്നുകൂടെ വരുന്നു കുഞ്ചേട്ടാ. കപ്പത്തോട്ടം കേക്ക് ഇഷ്ടപ്പെട്ട കുഞ്ചു? നല്ല രസം, നല്ല തണുപ്പല്ലേ? ഈ ചൂടുള്ള വെയിലത്ത് ഈ മനോഹരമായ തീരത്ത് വന്നിങ്ങനെ ഇത് ഇവിടെ കപ്പക്ക വിരിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമാതിരി കപ്പക്ക കണ്ടേ. ഞങ്ങളുടെ നാട്ടിൽ കപ്പക്ക എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നത്? കപ്പയുടെ കമന്റ്. കപ്പക്ക. ഞാൻ കപ്പയുടെ പഴം എന്നാണ്. കപ്പയുടെ പഴം എന്നാരും പറയുക. ഞാൻ പറയുന്നത് കപ്പയുടെ പഴം എന്നാണ്. ചേമ്പ് നോക്കടി കണ്ണത്. ഏതോ ചേട്ടൻ്റെ ചേമ്പൻ തോട്ടം. ഫ്രണ്ട്സ്, ഈ ഒരു താള് കിട്ടിയാലുണ്ടല്ലോ. ഇവരിവിടെ ചേമ്പ് പറിക്കുന്നുണ്ട്. നമ്മൾ അവരോട് ചേമ്പ് മേടിക്കാൻ ചോദിച്ചു. കിലോയ്ക്ക് 50 രൂപ പറഞ്ഞത്. 2 കിലോ ചേമ്പ് വാങ്ങി ഞങ്ങൾ പോവാ. ഓടൂ, ക്യാമറമാൻ പുറകെ ഓടാം. ഇവരിവിടെ പണിയെടുക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതല്ലേ കാണിച്ചു തരാം.